കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും ഒരിക്കൽ കൂടെ മഹത്വപ്പെട്ട് മാറാകട്ടെ. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് കാണാതെ പോയ ആടിനെ പറ്റിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീ. പ്രൈസ് ദി ലോർഡ്. അത് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിൽ 2-ാമത്തെ ഉപമയാണ് കർത്താവ് പറഞ്ഞ. നമുക്ക് വായിക്കാം. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവൻ അടിച്ചു വാരി അത് കണ്ടുകിട്ടും വരെ ഇരിക്കുമോ? കണ്ടുകിട്ടിയാൽ സ്നേഹിതരെയും അയൽക്കാരെയും വിളിച്ചു കൂട്ടി, കാണാതെ പോയ ദ്രഹ്മ കണ്ടുകിട്ടിയത് കൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പീന്ന് പറയും. അങ്ങനെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ കർത്താവ് പറഞ്ഞ 2-ാമത്തെ ഉപമയാണ് 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ട സ്ത്രീ. നമുക്കറിയാം, ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ. അതിലൊന്ന് കാണാതെ പോയി കഴിഞ്ഞാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവനും അടിച്ചു വാരി കണ്ടു കിട്ടുന്നിടം വരെ അന്വേഷിക്കും. എന്താണ് കർത്താവ് ഈ ഉപമയിൽ ഈ സ്ത്രീയെപ്പറ്റി പറയുന്നത്? നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രം പഠിക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ചെറുക്കം വന്ന് നിശ്ചയിച്ച് ഉറപ്പിക്കുന്ന സമയത്ത് ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് 10 ദ്രഹ്മ അല്ലെങ്കിൽ 10 നാണയം അവൾക്ക് കൊടുക്കും. അപ്പോൾ അവൾ ആ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ അവൾ ആ നാണയം കോർത്ത് തലയിൽ കെട്ടിയിടും, അല്ലെങ്കിൽ അവൾ കഴുത്തിലൊരു മാല പോലെ ഈ 10 ദ്രഹ്മ കെട്ടിയിടുന്നതാണ് നടക്കുന്നത്. ഈ 10 ദ്രഹ്മ കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയ്ക്ക് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ 10 കൽപ്പനയുടെ എണ്ണം അനുസരിച്ചാണ് 10 ദ്രഹ്മ കൊടുക്കുന്നത്. അപ്പോൾ ഇവൾ ഈ നിശ്ചയ സമയത്ത് ഈ 10 ദ്രഹ്മ മേടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് ആ വിവാഹം നടക്കുന്നതിൻ്റെ അന്ന് ഈ ചെറുക്കൻ ആദ്യം കൊടുക്കേണ്ടത് ഈ 10 ദ്രഹ്മ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഈ 10 ദ്രഹ്മ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പോയി 2 നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ 10 കൽപ്പനകളിൽ 1 ഇവൾ തെറ്റിച്ചു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ അങ്ങനെ 1-2 ദ്രഹ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വിവാഹം അവിടെ നടക്കത്തില്ല. അതുകൊണ്ട് അങ്ങനെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഈ സ്ത്രീ. അങ്ങനെ ഉള്ള ഇവിടെ ആ മണവാളം കൊടുത്ത ആ ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടു പോയത്. അവൾ എന്ത് ചെയ്തു? അവിടെ പറയുകയാണ്, അവൾക്കറിയാം അവിടെ ദ്രഹ്മ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും വിവാഹം നടക്കത്തില്ല, എൻ്റെ കല്യാണം, എൻ്റെ ചെറുക്കൻ എന്നെ സ്വീകരിക്കത്തില്ല. അവളെ എന്ത് ചെയ്തു? പെട്ടെന്ന് അവൾ വിളക്ക് കത്തിച്ച് വീട് മുഴുവനും അടിച്ചു വാരി പരിശോധിക്കുവാനിടയായി തീർന്നു. എന്താണ് ദൈവവചനത്തിൽ വിളക്ക്? 119-ാം സങ്കീർത്തനം 105-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നതാണ്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. അവൾ എന്ത് ചെയ്തു? ആ വചനമാകുന്ന വിളക്കെടുത്ത് അവൾ അടിച്ചു വാരുവാനിടയായി തീർന്നു. അപ്പോൾ നമ്മൾ വീട് മാറുമ്പോൾ സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് താമസിക്കുന്ന വീട് നമ്മൾ എപ്പോഴാണ് അവിടെ നിന്ന് മാറിപ്പോകുന്നത്? എല്ലാ സാധനങ്ങളും ഒക്കെ അടിച്ചു വാരുമ്പോൾ മനസ്സിലായിക്കണം, ഇഷ്ടംപോലെ പൊടി, പഴയ തുണികൾ, പഴയ പാത്രങ്ങൾ, വേണ്ടാത്ത സ്ലൈഡുകൾ, പേപ്പറുകൾ, എന്തൊക്കെ കച്ചവടങ്ങൾ വേണോ അതെല്ലാം കട്ടിൻ്റെ കീഴിലും ആ ഭവനത്തിൽ അവിടെ ഇവിടെ എല്ലാം കാണും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവിടെ അവിടെ എന്ത് ചെയ്തു? വീട് മുഴുവനും അടിച്ചു വാരി വൃത്തിയാക്കുവാനിടയായി തീർന്നു. അപ്പോൾ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ ആ പൊടിക്കകത്ത് ഇവിടെ നഷ്ടപ്പെട്ട ആ ദ്രഹ്മ കണ്ടെടുക്കുവാനിടയായി തീർന്നു. അത് കണ്ടുകെട്ടി കഴിഞ്ഞപ്പോൾ അവൾക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം ഇനി അവൻ്റെ കല്യാണം നടക്കും. എൻ്റെ നഷ്ടപ്പെട്ട ദ്രഹ്മ കണ്ടുകെട്ടി, ഇനി എൻ്റെ മണവാളൻ എന്നെ സ്വീകരിക്കും, എൻ്റെ ചെറുക്കൻ എന്നെ സ്വീകരിക്കും. ആരാണ് സഹോദരങ്ങളെ ഇവിടെ മണവാളൻ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. മണവാട്ടി ആരാണ്? ഞാനും നിങ്ങളുമായ സഭയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, കർത്താവ് നമ്മൾക്ക് വേണ്ടി കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു, ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്.
നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയാണ്. ആ മണവാളനായ കർത്താവ് നമ്മളെ ചേർക്കുവാൻ, നമ്മളെ ഓരോരുത്തരെയും ചേർക്കുവാൻ കടന്നു വരും. അപ്പോൾ ആ 10 ദ്രഹ്മ കൊടുത്തതുപോലെ നമ്മൾ ചോദിക്കുന്നത് പോലെ ജീവിക്കാനോ നമുക്കിഷ്ടമുള്ള നടക്കാനോ പാടില്ല. നമുക്ക് ചില കൽപ്പനകൾ, നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ, നമ്മളായിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതിലൊന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ, നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ മണവാളൻ നമ്മളെ ചേർക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൾ അടിച്ചു വാരി, വീട് മുഴുവനും അടിച്ചു മാരി. ഒടുവിൽ ആ ദ്രഹ്മ കണ്ടെടുത്ത് പറയുകയാണ്, വരുവീൻ, എൻ്റെ നഷ്ടപ്പെട്ടു പോയ ദ്രഹ്മ കണ്ടു കിട്ടിയിരിക്കുന്നു, എന്നോടുകൂടി സന്തോഷിപ്പീൻ. കാരണം എന്താ അവിടെ പറയുന്നു? അങ്ങനെ തന്നെ ഒരു മാനസാന്തൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ചൊല്ലി സ്വർഗത്തിൽ ദൈവദൂതന്മാരുടെ മധ്യേ വളരെ സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ ദിവസങ്ങളിൽ നീ ദൈവസന്നിധി വിട്ട്, പ്രാർത്ഥന വിട്ട് എന്തെങ്കിലും നഷ്ടപ്പെടുത്തി, രക്ഷ നഷ്ടപ്പെടുത്തി, പ്രാർത്ഥന നഷ്ടപ്പെടുത്തി, ആരാധന നഷ്ടപ്പെടുത്തി, നിന്മേൽ പകർന്ന ദൈവകൃപ നഷ്ടപ്പെടുത്തി, ദൈവശക്തി നഷ്ടപ്പെടുത്തി, ദൈവത്തോടുള്ള സ്നേഹം വിട്ട്, പ്രാർത്ഥന കുറഞ്ഞ്, ആരാധന കുറഞ്ഞ്, ഹല്ലേലൂയ, ഒരു മങ്ങിയ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നെങ്കിൽ ഒരിക്കലും സ്വർഗത്തിലോ ദൂതന്മാരുടെ മധ്യത്തിലോ സന്തോഷമുണ്ടാകുന്നില്ല. ഈ ദിവസങ്ങളിൽ നീ മടങ്ങി വന്ന് പഴയ പ്രാർത്ഥനയിലേക്കും പഴയ ആരാധനയിലേക്കും പഴയ ദൈവകൃപയിലേക്കും പഴയ ദൈവശക്തിയിലേക്കും യഥാസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് ആയിരിക്കുമ്പോൾ നിശ്ചയമായും സന്തോഷിക്കുന്നൊരു സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് വരാൻ നേരമായിരിക്കുകയാണ്. അവൻ വാതിൽക്കലായിരിക്കും എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ എന്തു ചെയ്യണം? നമ്മൾ കടന്നു പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കൽപ്പനകൾ, നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഈ ദിവസങ്ങളെ ശോധനയാണ്. ഹല്ലേലൂയ. ആ സ്ത്രീ നഷ്ടപ്പെട്ട ദ്രഹ്മ കണ്ടെടുത്തതുപോലെ ദിവസങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നഷ്ടപ്പെട്ട ഏത് ഭാഗത്താണ് വീണ് കിടക്കുന്നത്, ഏത് ഭാഗത്താണ് മടങ്ങി വരേണ്ടത്, അതൊക്കെ ഓർത്ത് നമുക്ക് മടങ്ങി വന്ന് ദൈവസന്നിധിയിലായിരിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ മാനസാന്തരപ്പെട്ട് തീരുമാനമെടുക്കുന്ന ഒരാളെപ്പറ്റി സ്വർഗത്തിലും ദൈവദൂതന്മാരുടെ മധ്യത്തിലും വളരെയധികം സന്തോഷമുണ്ടാകും. ദിവസങ്ങളിൽ നമുക്ക് മടങ്ങി വരാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. രണ്ടാമത്തെ ഉപമ, ആദ്യത്തെ ഉപമ ഞാൻ പറഞ്ഞത് കാണാതെ പോയ ആടിനെ പറ്റിയാണ്. ഇപ്പോൾ രണ്ടാമത്തെ ഉപമ ദ്രഹ്മ നഷ്ടപ്പെട്ട സ്ത്രീയെ പറ്റിയാണ്. ദൈവഹിതമായാൽ നാളെ അടുത്ത ആ മുടിയനായ പുത്രനെക്കുറിച്ചുള്ള ഉപമ പറയുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിനായിരിക്കാം. ഈ വചനങ്ങൾ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.